ഹലോ ഗൈസ്, ഒറ്റ മൈൻഡിൽ അമ്പലത്തിൽ പോകുന്നത് വേറൊരു ഫീൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് എന്തോ ഇങ്ങനെ ഇരുന്നപ്പോൾ അമ്പലത്തിൽ പോകാൻ തോന്നി. അങ്ങനെ അമ്പലത്തിലേക്ക് വന്നേക്കുവാണ്. എനിക്ക് പിന്നെ അമ്പലത്തിൽ ഇതേപോലെ പരിപാടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എത്ര വിശന്നെന്ന് പറഞ്ഞാൽ, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ, എത്ര നേരം വേണമെങ്കിലും ഇതേപോലെ പരിപാടികളുണ്ടെങ്കിൽ, അതായത് ഡാൻസോ തിരുവാതിരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടുകൊണ്ടേ ഇരുന്നോളൂ. എനിക്കതിൽ യാതൊരു മടിയില്ല. കുഞ്ഞിലേ മുതൽ എനിക്ക് ഡാൻസിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോകാമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ആദ്യം തന്നെ ചോദിക്കുന്നത് എന്തെങ്കിലും ഡാൻസ് പരിപാടി വല്ല അവിടെ നടക്കുന്നുണ്ടോയെന്നായിരുന്നു. പക്ഷേ എൻ്റെ അനിയനും ചോദിക്കും കേട്ടോ. അവൻ നേരെ തിരിച്ചാണ്. അവൻ ചോദിക്കുന്നത് അടുത്തെന്തെങ്കിലും കടയുണ്ടോയെന്ന്. എന്തിനാ, വല്ലോ അവന് കഴിക്കണം, അതവന് നിർബന്ധമായിരുന്നു. ചെറുതിലെ എപ്പോഴും ഇതും പറഞ്ഞ് അവനെ കളിയാക്കലായിരുന്നു ഞങ്ങളുടെ ഹോബി എന്ന് പറയുന്നത്. അവൻ അമ്പലത്തിലോട്ട് ചെല്ലുമ്പോൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ പിടിച്ച് വലിച്ചിട്ട് ചോദിക്കും, നമുക്ക് വല്ലതും കഴിച്ചിട്ട് അമ്പലത്തിൽ കയറി ദൈവത്തെ കണ്ട് പ്രാർത്ഥിച്ചാൽ പോരെന്നായിരുന്നു. അമ്പലവും ഡാൻസും കൂടെ ചേർത്ത് പറയാനാണെങ്കിൽ എൻ്റെ മനസ്സിലോട്ട് ആദ്യം വരിക ഗുരുവായൂർ അമ്പലമായിരിക്കും. കുഞ്ഞിലേ മുതൽ ഗുരുവായൂർ അമ്പലത്തിൽ പോകാനൊരു പ്രത്യേക ഇഷ്ടമാണ്. ഇപ്പോഴും അതേ കൗതുകവും ഇഷ്ടവും എൻ്റെ മനസ്സിലുണ്ട്. അമ്പലത്തിൽ ചെന്ന് കൃഷ്ണനെ കണ്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കരഞ്ഞ് വാശി പിടിക്കുന്നത് അവിടുത്തെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിലേ മുതൽ കുറേ ആൾക്കാർ അവിടെ ഡാൻസ് കളിക്കുന്ന കണ്ട് എൻ്റെ കുഞ്ഞു മനസ്സിൽ ഒരു മോഹം വന്നു, എനിക്കും അതേപോലെ ഡാൻസ് കളിക്കണമെന്ന്. ദൈവം സഹായിച്ച് എനിക്കൊരവസരം കിട്ടുകയും ചെയ്തു. ഞാൻ എൻ്റെ ആഗ്രഹം സാധിച്ചെടുക്കുകയും ചെയ്തു. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതായിരുന്നു എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും അമ്പലത്തിൽ കളിച്ച ഡാൻസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഡാൻസ് നിർത്തി അങ്ങ്. അതൊക്കെ ഒരു കാലം. അപ്പോൾ ബായ്.